ഫാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വർഷത്തിൽ ഏകദേശം നമുക്ക് 20,000 രൂപ വരെ ലഭിക്കുന്ന കടച്ചക്ക മരത്തെക്കുറിച്ചാണ്. മരത്തിൽ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് ഏകദേശം നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വേണ്ടി വരും. താഴ്ഭാഗമൊന്നും പിടുത്തം കുറഞ്ഞ മരമാണ്. അപ്പോൾ ഈ സ്റ്റാൻഡിലൂടെ കയറിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ തോട്ടി ഉപയോഗിച്ചാണ് നമ്മൾ കടച്ചക്ക പറിച്ചെടുക്കുന്നത്. നമ്മൾ മരത്തിൽ കയറിയാൽ ചില കടച്ചക്കകൾ നമുക്ക് ഇത്ര അടുത്തായിട്ട് കിട്ടും. അതൊക്കെ നമുക്ക് നേരിട്ട് ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ദൂരത്തുള്ള കടച്ചക്കകൾ മാത്രമേ നമ്മൾ തോട്ടി ഉപയോഗിച്ച് പറിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ നമ്മുടെ കടച്ചക്ക ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലെത്തി, വിളവെടുത്തിട്ട് ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലാണ്. അതുകൊണ്ട് താഴ്ഭാഗത്തുള്ളതൊക്കെ നമ്മൾ ആദ്യം ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അധികവും മോൾ ഭാഗത്താണുള്ളത്. ഈ മുകൾ ഭാഗത്തുള്ളത് നമ്മൾ ദൂരെയുള്ളത് തോട്ടിയായിട്ടും അല്ലാത്ത നമ്മൾ നേരിട്ട് കയറി ഇതുപോലെ തന്നെ അടുത്തൊന്നും പറിക്കാവുന്നതാണ്. ഹാർവെസ്റ്റ് ചെയ്ത കടച്ചക്ക ഏകദേശം ഈ രൂപത്തിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം കണ്ടില്ലേ, നമ്മൾ പറിച്ച ഉടനെ തന്നെ ചെടി വെട്ടിയിട്ടുണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കറ, കടച്ചക്ക പറിച്ച ഉടനെ തന്നെ ഇതിൻ്റെ കറ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവും. ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ നമ്മൾ വിപണനത്തിന് കൊണ്ടുപോയി ആളുകൾക്ക് അത് മടിയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ക്ലീനിങ് നടത്തിയ ശേഷം മാത്രമാണ് കടച്ചക്ക വിപണിയിൽ എത്തിക്കുന്നത്. അതിനെ നമ്മൾ ഓരോ കടച്ചക്കയും നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിൽ വാഷ് ചെയ്ത് ഇങ്ങനെ നല്ല രീതിയിലാക്കിയിട്ടാണ് നമ്മൾ ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ കടച്ചക്കയുടെ വിപണന രീതി എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു പെറ്റ് സെൻറ്റർ, അതുപോലെ തന്നെ നമ്മുടെ ഫാം പ്രൊഡക്റ്റ് വിൽക്കുന്ന നമുക്ക് ഷോപ്പ് നമുക്കായിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഷോപ്പിൽ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു മെച്ചം, നമുക്ക് മാക്സിമം പ്രൈസ് കിട്ടുകയും ആളുകൾക്ക് മറ്റുള്ള വിപണിയിൽ നിന്ന് വില കുറച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിപണന രീതി ആയതുകൊണ്ടാണ് കടച്ചക്കയിൽ നിന്നും ഇത്ര വരുമാനമുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. രുചികരമായ കടച്ചക്ക നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്യണം. ഏകദേശം ഒരു യെല്ലോ ഷെയ്ഡ് വരും. ഇത്തരത്തിലുള്ള കടച്ചക്കകൾ ഹാർവെസ്റ്റ് ചെയ്താൽ മാത്രമേ നല്ല രുചികരമായ കടച്ചക്ക നമുക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.